നമസ്കാരം, സ്വാഗതം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് പ്രധാന വാർത്തകൾ ആദ്യം. ബി.ജെ.പി. സർക്കാർ തുടരുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി പ്രതിപക്ഷം. ബി.ജെ.പി. സ്പോൺസേഡ് സർവേ എന്ന് കോൺഗ്രസ്. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ലെന്ന് എൽ.ഡി.എഫും യു.ഡി.എഫും. ഒരു കാരണവശാലും ബി.ജെ.പിക്ക് എൻട്രി ഇവിടെ കിട്ടില്ല. 3 സീറ്റാണ് അവർ പറയുന്നത്. 3 സീറ്റിലും ബി.ജെ.പി. പരാജയപ്പെടും. വോട്ടെണ്ണൽ മറ്റന്നാൾ. സമഗ്ര കവറേജുമായി മീഡിയ വൺ. എക്സിറ്റ് പോൾ ഫലത്തിൽ പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് തുടങ്ങി. സർവകലാശാല അധികൃതരുടെ വീഴ്ച വ്യക്തമാക്കുന്ന തെളിവ് കൈമാറിയെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം. സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് ജയപ്രകാശ് മീഡിയ വണ്ണോട്. മധ്യവേനൽ അവധിക്ക് ശേഷം കുട്ടികൾ നാളെ വീണ്ടും സ്കൂളിലേക്ക്. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം എറണാകുളത്ത്. ഈ വർഷം പുതുതായി സ്കൂളിലെത്തുന്നത് 3 ലക്ഷത്തിലധികം കുട്ടികൾ. സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളി എൽ.ഡി.എഫും യു.ഡി.എഫും. സർവേ റിപ്പോർട്ടുകളേക്കാൾ മികച്ച വിജയം നേടുമെന്നാണ് യു.ഡി.എഫിന്റെ അവകാശവാദം. എന്നാൽ ഈ എക്സിറ്റ് പോളുകളെ എൽ.ഡി.എഫ് അംഗീകരിക്കുന്നില്ല. സ്വന്തം വിജയത്തെക്കുറിച്ച് അവകാശവാദങ്ങളിലെ ആത്മവിശ്വാസത്തിനപ്പുറമാണ് ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ലെന്ന കാര്യത്തിൽ എൽ.ഡി.എഫിനും യു.ഡി.എഫിനുമുള്ളത്. ഒരു കാരണവശാലും ബി.ജെ.പിക്ക് എൻട്രി ഇവിടെ കിട്ടില്ല. 3 സീറ്റിലും ബി.ജെ.പി. പരാജയപ്പെടും. ഇനി ഈ ആത്മവിശ്വാസത്തിനപ്പുറം എന്തെങ്കിലും തൃശൂർ അടക്കമുള്ള ഇടങ്ങളിൽ സംഭവിച്ചാൽ അതിനുള്ള ഉത്തരവാദിയെ ഇപ്പോഴേ ഇരുപക്ഷവും കണ്ടുവച്ചിട്ടുണ്ട്. ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. എൽ.ഡി.എഫ് എന്നല്ല, ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയും. 2ാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ 1ാം പ്രതി പിണറായി വിജയനാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും എസ്.ഡി.പിയും ചിലയിടങ്ങളിൽ ആർ.എസ്.എസും പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ സി.പി.എം. നേതൃത്വം ഇപ്പോഴേ പ്രതിരോധായുധവും സജ്ജമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളാവട്ടെ ഇപ്പോഴും 2020 അവകാശവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. 20 സീറ്റും കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ബി.ജെ.പിക്ക് കേരളത്തിൽ മോദി തരംഗമുണ്ടായെന്ന വിശ്വാസം കൂടുതൽ ശക്തമായി. മീഡിയ വൺ, തിരുവനന്തപുരം. ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന് പത്തനംതിട്ടയിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്. ആറ്റിങ്ങൽ എൽ.ഡി.എഫ് തന്നെ ജയിക്കുമെന്ന് സ്ഥാനാർത്ഥി വി ജോയ് പറഞ്ഞു. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ലെന്നാണ് യു.ഡി.എഫ് വിലയിരുത്തലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം വ്യക്തമാക്കി. കേരളത്തിൽ സി.പി.എം. തകർന്ന് ബി.ജെ.പി. വളരുന്ന സാഹചര്യം ആശങ്കപ്പെടുത്തുന്നുണ്ടെന്ന് ആർ.എസ്.പി. സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ കേരളം മാറിപ്പോയി, പഴയ കേരളമല്ല, അതുണ്ടാവില്ല. തൃശ്ശൂർ സാധ്യതയില്ല, തിരുവനന്തപുരം വലിയ പ്രയാസമാണ്. അപ്പം അക്കൗണ്ട് തുറക്കുന്നതിൻ്റെ തെല്ലത്ത് നേരത്തെ വന്നിട്ടുണ്ട്, നടന്നില്ല. എക്സിറ്റ് ഫലങ്ങൾ ചിലപ്പോൾ ശരിയാവുകയും ചിലപ്പോൾ ശരിയാകാതിരിക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ വന്നിട്ടുള്ള എക്സിറ്റ് ഫലങ്ങൾ എത്രത്തോളം ശരിയാണെന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. ആറ്റിങ്ങിലൊന്നും ഒരു കാരണവശാലും ബി.ജെ.പി. ജയിക്കത്തില്ല. എക്സിറ്റ് പോൾ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. പലതും ചിലതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, പലതും തെറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരു കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. എക്സിറ്റ് പോളുകളുടെ ഫലം എന്നിൽ സമ്മിശ്ര വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒന്ന്, ബി.ജെ.പി. ഇവിടെ 1 മുതൽ 3 സീറ്റ് വരെ വിജയിക്കുമെന്നും ബി.ജെ.പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും എന്നുള്ള കണ്ടെത്തലുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. എക്സിറ്റ് പോൾ ഫലം പല സംസ്ഥാനങ്ങളിലും ശരിയാണെന്ന് തോന്നുന്നില്ലെന്ന് വടകരയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വിഭിന്നമായ ജനവിധി കാത്തിരിക്കുകയാണ്. വടകരയിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സംസ്ഥാനത്ത് മുഴുവൻ സീറ്റിലും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഉചിതമായൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ സർവേ ഫലങ്ങൾ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കബിൾ ആയിട്ട് ഞങ്ങളുടെ ഒരു കണക്കൂട്ടിൽ വെച്ച് തോന്നുന്നില്ല. പല സ്റ്റേറ്റിലും കോൺഗ്രസിന്റെ പെർഫോമൻസിനെ സംബന്ധിച്ച് അവർ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും വ്യത്യസ്തമായി കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ അവസാന റൗണ്ട് കണക്കൂട്ടൽ. ഞങ്ങൾ യഥാർത്ഥ ജനവിധിയെ കാത്തിരിക്കുന്നു. അത് വ്യത്യസ്തമായിട്ടൊരു ചിത്രമായിരിക്കും രാജ്യത്ത് നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണം കാണാം. ഇനി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, തോന്നുന്നത് ശരിയാവുമോ? ബി.ജെ.പി. കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ്.
UDF ഒരു 12 സീറ്റെങ്കിലും മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. BJP ഇവിടെ വന്ന വലിയ കുഴപ്പക്കാരാവും. താമര ഇവിടെ വിരിയില്ല. LDFന് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. ഏകദേശമൊക്കെ ശരിയായിട്ടാണ് വരാം. ഇടതുപക്ഷം ഒരു 4 സീറ്റ്, UDF ആയിരിക്കും കേരളത്തിൽ, മൊത്തത്തിൽ BJP ആയിരിക്കും. 350 മേലെ വരാൻ സാധ്യതയുണ്ട്. ഫലങ്ങൾ കണ്ടല്ലോ, സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്രാവശ്യത്തത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാഹചര്യങ്ങളൊക്കെ മാറിയതിനെ കൊണ്ട് എക്സിറ്റ് പോൾ അത്ര വിശ്വാസം പോരാ. ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ വരും. സുരേഷ് ഗോപി ഒരു അക്കൗണ്ട് തുറക്കും. വിധി എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ എണ്ണണം. എണ്ണിയതിനു ശേഷമേ നമുക്ക് കാര്യങ്ങളായിട്ട് പറയാൻ പറ്റുള്ളൂ. ദേശീയ തലത്തിൽ BJP വരും, മൂന്നാമത് വരും. ഞങ്ങളെ മൂടി ഉറപ്പാണ്. ഒരു 50% ശരിയാവും, ബാക്കി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. തിരുവനന്തപുരവും തൃശ്ശൂരാണ് ചാൻസ് ഉള്ളത്. രണ്ടിലും തുറക്കും. തൃശ്ശൂർ ഉറപ്പായിട്ടും തുറക്കില്ല. സുനിൽകുമാറായിരിക്കും അവിടെ വിജയിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. BJPക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത്. കേരളത്തിൽ BJPക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ജയിക്കുമെന്നോ? അതങ്ങനെ കാക്ക മറന്നു പറക്കണ കൂട്ടായിരിക്കും. അപ്പോൾ കേന്ദ്രത്തിലെ മോദി സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് മറ്റൊരു പ്രവചനം. എക്സിറ്റ് പോളല്ലേ, നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യാൻ നോക്കാം. പറയാൻ ആർക്കാ പറ്റാത്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്തെ 20 കേന്ദ്രങ്ങളും സജ്ജം. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളുമായിരിക്കും ആദ്യം എണ്ണുക. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ട്രെൻഡ് അറിയാം. പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. കൗണ്ടിംഗ് ഹാളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് പ്രത്യേക മേശ ഒരുക്കിയിരിക്കും. ഒരു ടേബിളിൽ പരമാവധി 500 വോട്ടുകളാണ് എണ്ണുക. കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, സ്ഥാനാർത്ഥികൾ, അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനമുള്ളത്. വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകനൊഴിച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല. ഓരോ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണാൻ ഓരോ ഹാൾ ഉണ്ടായിരിക്കും. ഓരോ ഹാളിലും പരമാവധി 14 മേശകൾ ഉണ്ടാകും. ഓരോ മേശയ്ക്കും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ കാണും. എല്ലാ റൗണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷമേ VVPAT സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തിരഞ്ഞെടുത്ത ഏതെങ്കിലും 5 പോളിംഗ് സ്റ്റേഷനിലെ VVPAT സ്ലിപ്പുകളാണ് എണ്ണുന്നത്. ഒരു VVPAT മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. ഇതിനുശേഷമായിരിക്കും അന്തിമ വിധി പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും തത്സമയം ഫലമറിയാൻ കഴിയും. വോട്ടെണ്ണൽ ദിനം ഡ്രൈ ഡേ ആയിരിക്കും. മീഡിയ 1 തിരുവനന്തപുരം. ഇന്ത്യ സഖ്യ നേതാക്കൾ വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. വോട്ടെണ്ണൽ ദിനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച. വൈകിട്ട് 4:30 കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു. KSU തെക്കൻ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ നേതൃത്വത്തിനെതിരെ KPCC അന്വേഷണ സമിതിയുടെ രൂക്ഷ വിമർശനം. ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവിനെ മാത്രം പങ്കെടുപ്പിച്ചതിൽ അന്വേഷണ കമ്മിറ്റിക്ക് അതൃപ്തിയുണ്ട്. കോൺഗ്രസ് നേതാക്കളിലെ ഭിന്നതയിൽ KSU നേതാക്കൾ കക്ഷി ചേരരുതെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. KSU തെക്കൻ മേഖലാ ക്യാമ്പിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിലാണ് ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എന്നാൽ K സുധാകരനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും അടക്കമുള്ള മുൻകാല KSU നേതാക്കളെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചില്ല. ഇത് നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. KSU ഭാരവാഹികളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു. ജംബോ കമ്മിറ്റികൾ സംഘടനയുടെ അടിത്തറയെ ബാധിച്ചു. സംഘടനയിൽ മാനദണ്ഡങ്ങളില്ലാതെ കടന്നുകൂടിയവരുണ്ടെന്നും സമിതി കണ്ടെത്തി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും ഇത് ധാർഷ്ട്യമാണെന്നും സമിതി ആരോപിച്ചു. വിഭാഗീയതയുണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കളയണമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. വിഭാഗീയത അങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയും, സംശയമൊന്നുമില്ല. ഒന്നിലും വിഭാഗീയത പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. KSUവിന്റെ സംഘടനാ ചുമതല KPCC ഭാരവാഹികളിൽ ഒരാളെ ഏൽപ്പിക്കണമെന്നാണ് സമിതിയുടെ ശുപാർശ. തിരുത്തൽ നടപടികൾക്ക് AICC നേതൃത്വത്തെ സമീപിക്കണമെന്നും ശുപാർശയുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിൽ ചേർന്നേക്കുമെന്ന് സൂചന. ലീഗ് നേതാക്കളുമായി ദേവർകോവിൽ ചർച്ച നടത്തി. നീക്കം വിവാദമായതോടെ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ ലീഗും ദേവർകോവിലും തള്ളി. INLന്റെ ഏക MLAയും പിണറായി സർക്കാരിന്റെ ആദ്യ 2.5 വർഷം തുറമുവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായിരുന്ന അഹമ്മദ് ദേവർകോവിലാണ് മുസ്ലിം ലീഗിലേക്ക് പോകാൻ നീക്കങ്ങൾ നടത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ തുടങ്ങി ലീഗിലെ പ്രധാന നേതാക്കളുമായി ദേവർകോവിൽ ചർച്ച നടത്തിയെന്നാണ് സൂചന. അഹമ്മദ് ദേവർകോവിൽ മത്സരിച്ച് വിജയിച്ച കോഴിക്കോട് സൗത്ത് സീറ്റ് CPM തിരിച്ചെടുത്തേക്കുമെന്നാണ് സൂചന. വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് LDFന് ലഭിക്കാനുള്ള സാധ്യതയുമില്ല. ഈ സാഹചര്യമാണ് ദേവർകോവിലിനെ മറ്റൊരു ചിന്തയിലേക്ക് എത്തിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. കടുത്ത ലീഗ് വിരുദ്ധ സമീപനം സ്വീകരിക്കാത്ത ആളായതിനാൽ ദേവർകോവിൽ വരുന്നതിൽ പ്രധാന നേതാക്കൾക്ക് എതിർപ്പില്ലെന്നാണ് സൂചന. അതേസമയം കാര്യമായ അണികളില്ലാത്ത ദേവർകോവിലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ കാര്യമുണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്നവരുണ്ട്.
ചർച്ച നടത്തിയ വാർത്തകളെ ലീഗും ദേവർകോവിലും നിഷേധിച്ചു. ഇപ്പോൾ MLA-മാർ അദ്ദേഹം MLA ആണ്, നിയമസഭയിൽ അബ്ദുൽ ഹുസൈൻ തങ്ങളും അതുപോലെ MLA-മാരും കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെയുണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയെ അംഗീകരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് അഹമ്മദ് ദേവർകോവിലിന്റെ ആലോചന. പാർട്ടിയിലെ ഭിന്നതകളെ തുടർന്ന് രണ്ടായി പിളർന്ന INL ഒരു വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അഹമ്മദ് ദേവർകോവിൽ. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. കുവൈറ്റിലെ KMCCയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം. പാർട്ടിയിൽ അച്ചടക്കം വേണം, അച്ചടക്കം ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സലാം പറഞ്ഞു. ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആരാണ് ഞങ്ങളെ നയിക്കാൻ കൂടുതൽ യോഗ്യൻ എന്നതിനെക്കുറിച്ച് പ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നല്ലാതെ അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടായിട്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി തന്നതാണ്. അതിന് പാർട്ടി അതിൻ്റെതായ തെറ്റ് ചെയ്തവരെ പാർട്ടി ശിക്ഷിക്കും. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് തുടങ്ങി. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ സിറ്റിംഗിന് ഹാജരായി. സർവകലാശാല അധികൃതരുടെ വീഴ്ച വ്യക്തമാക്കുന്ന തെളിവ് കൈമാറിയെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ മീഡിയ 1-നോട് പറഞ്ഞു. ഹൈക്കോടതി മുൻ ജഡ്ജി A. ഹരിപ്രസാദ് അധ്യക്ഷനായ കമ്മീഷന്റെ ആദ്യ സിറ്റിംഗാണ് നടന്നത്. കൊച്ചിയിൽ നടന്ന സിറ്റിംഗിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്, അമ്മ ഷീബ, അമ്മാവൻ എന്നിവരാണ് ഹാജരായത്. മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ചുവെങ്കിലും കുറ്റക്കാർ രക്ഷപ്പെടില്ലെന്നും തെളിവ് സഹിതം സത്യം പുറത്തുവരുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് മീഡിയ 1-നോട് പറഞ്ഞു. കേസന്വേഷണം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും, അല്ലാതെ ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരിക്കലും തുറന്നുവിടുന്നു എന്നുള്ളത് നമുക്ക് കണക്കാക്കണ്ട. സത്യം പുറത്തു വരും. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തുടക്കം മുതൽ ചൂണ്ടിക്കാട്ടിയതാണ്. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അന്വേഷണം നേർവഴിക്കല്ലല്ലോ പോയത്, അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിന്റെ രീതി, ഞങ്ങൾ അതുകൊണ്ടാണ് CBI വേണമെന്ന് പറഞ്ഞു. ആ നീക്കങ്ങൾ നല്ലപോലെ നടക്കുന്നു എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളാണ് പ്രധാനമായും കമ്മീഷൻ അന്വേഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ സർവകലാശാല അധികാരികളുടെയും കേസിൽ പ്രതിചേർക്കപ്പെട്ടവരുടെയും മൊഴി രേഖപ്പെടുത്തും. മുസ്നാസു, മീഡിയ 1, കൊച്ചി. മലപ്പുറം കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കിടെ 3.5 വയസ്സുകാരൻ മരിച്ചതിൽ സ്വകാര്യ ആശുപത്രിക്കെതിരെ കേസ്. കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിക്കെതിരെ ബന്ധുക്കളുടെ പരാതിയിലാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. ഇന്നലെയാണ് അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത്. കളിക്കുന്നതിനിടെ വായിൽ കമ്പുകൊണ്ട 3.5 വയസ്സുകാരൻ മുഹമ്മദ് ഷാമിലാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. തുന്നിക്കെട്ടാനായി അനസ്തേഷ്യ നൽകണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അനസ്തേഷ്യ നൽകി കുറച്ചു സമയത്തിനകം കുഞ്ഞു മരിച്ചു. ചികിത്സാ പിഴവ് മൂലമാണ് കുട്ടി മരിച്ചതെന്ന് കാണിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തത്. അസ്വാഭാവിക മരണമെന്ന വകുപ്പ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. ഹൃദയാഘാതം മൂലമാണ് കുഞ്ഞു മരിച്ചതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സ്വകാര്യ ആശുപത്രിയിലാണ് കുഞ്ഞു മരിച്ചതെന്നതിനാൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ലഭിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മീഡിയ 1, മലപ്പുറം. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3 ലക്ഷത്തിലധികം കുട്ടികളാണ് ഇത്തവണ വിദ്യാലയങ്ങളിലെത്തുന്നത്. അതേസമയം PTA ഫണ്ടെന്ന രീതിയിൽ അമിത തുക പിരിക്കുന്നതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നു. അവധിക്കാലത്തെ ആഘോഷങ്ങൾക്ക് അവധി കൊടുത്ത് കുരുന്നുകൾ വീണ്ടും സ്കൂൾ മുറ്റത്തേക്ക് വരികയാണ്. ആദ്യമായി എത്തുന്നവരെ സ്വീകരിക്കാൻ വർണ്ണാഭമായ സജ്ജീകരണങ്ങളാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്ന എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി സന്ദർശിച്ചു. ജനാധിപത്യപരമായി വേണം PTA-കൾ പ്രവർത്തിക്കാനെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ജനാധിപത്യപരമല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ചില PTA-കളുണ്ട്. അതിനെല്ലാം അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. PTA ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ, അത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ തുക പിരിക്കുന്നതിനുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 40 ലക്ഷത്തോളം കുട്ടികളാണ് ഇക്കുറി സ്കൂളുകളിലെത്തുന്നത്. പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഗാനം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരുന്നു. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള സഹായം ആഭ്യന്തര വകുപ്പ് നൽകും. സ്കൂൾ ബസ്സുകൾ, കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഗതാഗത വകുപ്പും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മീഡിയ 1, കൊച്ചി, തിരുവനന്തപുരം. +1 ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിലെ പകുതിയിലധികം വിദ്യാർത്ഥികൾക്കും സീറ്റില്ല. 82,425 കുട്ടികൾ അപേക്ഷിച്ചതിൽ 36,385 വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെന്റ് കിട്ടിയത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി 49,664 മെറിറ്റ് സീറ്റുകളാണ് മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത്. അപേക്ഷ നൽകിയത് 82,425 പേർ.
ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ 36,385 വിദ്യാർത്ഥികൾക്കാണ് സീറ്റ് ലഭിച്ചത്. സീറ്റുകൾ വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ 32,761 വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ സർക്കാർ മുമ്പിൽ കൃത്യമായ ഡാറ്റയുണ്ട്. 82,425 അപേക്ഷകർ സർക്കാർ ഏകജാലകം വഴി തന്നെ അപേക്ഷിച്ചിട്ടുണ്ട്. സർക്കാരിന് തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ മലപ്പുറത്ത് 36,000 ആളുകൾക്കാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് മുമ്പിൽ ഈ ഡാറ്റ വളരെ കൃത്യമാണ്. ഇനിയെങ്കിലും സർക്കാർ ഇതിലൊരു കാപട്യവും ഒളിച്ചുകളിയും അവസാനിപ്പിച്ചുകൊണ്ട് സത്വരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. VHSC, ITI, പോളിടെക്നിക് സീറ്റുകൾ കൂട്ടിയാലും 25,000-ലധികം കുട്ടികൾക്ക് സീറ്റില്ല. സർക്കാർ പുതിയ ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിൽ പണം നൽകി ബദൽ മാർഗങ്ങൾ വിദ്യാർത്ഥികൾ തേടേണ്ടി വരും. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ കൂടുതലായി ഇറക്കാൻ KSRTC. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരോ അതിനപ്പുറമോ സർവീസ് നടത്തുന്ന എല്ലാ സൂപ്പർഫാസ്റ്റ് ബസ്സുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളാക്കും. ദേശീയപാതയിലെയും MC റോഡിലെയും ഒന്നിടവിട്ട ബസ് സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഈ ബസ്സുകൾ പ്രവേശിക്കുക. ഒന്നിനു പുറകെ ഒന്നായി ഒരേ റൂട്ടിലേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഒഴിവാക്കാനാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ വീണ്ടും എത്തുന്നത്. യാത്രക്കാരും ആവശ്യമുന്നയിച്ചതോടെ അംഗീകൃത തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനമാക്കി. ഡെസ്റ്റിനേഷൻ ബോർഡുകളിൽ ഇതിനായി കളർ കോഡുകൾ പ്രദർശിപ്പിക്കും. ഒന്നിടവിട്ട ബസ് സ്റ്റേഷനുകളിൽ മാത്രമായി കയറുമ്പോൾ സമയവും ലാഭം. ഇതിനോടൊപ്പം ഭാഷാ പ്രശ്നമില്ലാതെ അയൽ സംസ്ഥാന യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഡെസ്റ്റിനേഷൻ ബോർഡുകളിൽ ഡെസ്റ്റിനേഷൻ നമ്പറിംഗ് രീതി കൊണ്ടുവരുന്നതും കോർപ്പറേഷൻ പരിഗണിക്കുന്നുണ്ട്. ഈ മാസം 30-നകം എല്ലാ ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലോട്ടുള്ള ബസ്സുകളിലും ഈ രീതിയിലേക്ക് ബോർഡുകൾ മാറ്റി തുടങ്ങും. ജൂലൈ 31-നകം ഓർഡിനറി ബസ്സുകളിലും ഡെസ്റ്റിനേഷൻ നമ്പറിംഗ് രീതി നടപ്പിലാക്കും. അർബിസനു, മീഡിയ 1, തിരുവനന്തപുരം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. മലപ്പുറം താനൂരിൽ നിർമ്മാണത്തിലിരുന്ന വീട് തകർന്ന 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക്. തൃശൂർ അതിരൂപത ബിഷപ്പ് ഹൌസ് ഉപരോധിച്ച ഒരു വിഭാഗം വിശ്വാസികൾ എൽത്തുരുത്ത് സെന്റ് മേരീസ് ആശ്രമ ഇടവക പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്കിൽ ഇറങ്ങിയ തൊഴിലാളികൾ മരിച്ചത് വിഷവാതകം ശ്വസിച്ചെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിഷവാതകം ഏതെന്ന് കണ്ടെത്താൻ രാസപരിശോധന നടത്തും. കൊടകരയിൽ പന്നിപ്പടക്കം കടിച്ച് നായയ്ക്ക് ഗുരുതര പരിക്ക്. അപകടം പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന്. T20 ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ആവേശകരമായ ജയം. കാനഡയെ 7 വിക്കറ്റിനാണ് അമേരിക്ക പരാജയപ്പെടുത്തിയത്. രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് പപ്പുവ ന്യൂ ഗിനിയെ നേരിടും. വിജയലക്ഷ്യമായ 195 റൺസ് അനായാസമാണ് അമേരിക്ക കടന്നത്. 40 പന്തിൽ 94 റൺസ് നേടിയ ആരോൺ ജോൺസ് അമേരിക്കയുടെ വിജയശില്പിയായി. 10 വട്ടമാണ് ബൗണ്ടറി ലൈനിന് മുകളിലൂടെ ആരോൺ പന്ത് പറത്തിയത്. 4 ബൗണ്ടറികളും ആരോൺ ജോൺസ് നേടി. 65 റൺസ് നേടിയ ആൻഡ്രി ഗോസ് മികച്ച പിന്തുണ നൽകി. 17.4 ഓവറിൽ അമേരിക്ക ലക്ഷ്യം കണ്ടു. ടോസ് നേടിയ അമേരിക്ക കാനഡയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 61 റൺസ് നേടിയ നവനീത് ദാലിവാലും 51 റൺസ് അടിച്ച നിക്കോളാസ് കിർട്ടനും കാനഡയ്ക്ക് കരുത്തായി. ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് പപ്പുവ ന്യൂ ഗിനിയെ നേരിടും. ഗയാനയിലെ പ്രൊവിഡൻസ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം. വേൾഡ് കപ്പ് ഡെസ്ക്, മീഡിയ 1. സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,635, പവന് 53,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,525, പവന് 44,200. വെള്ളി ഗ്രാമിന് 97 രൂപ. ഫാസ്റ്റ് ന്യൂസ് കാണാം. ജിൽസി ചേരും. നമസ്കാരം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.